ഹണ്ട് എന്നൊരു സിനിമ ഇന്ന് തിയേറ്ററിൽ റിലീസായി. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമയാണ്. ലെജൻഡറി ഡയറക്ടറാണ്. പിന്നെ ഭാവന ഹീറോയിനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. ഇതൊരു ഹൊറർ ജോണറിൽ വരുന്ന സിനിമയാണ്. ഒരു ക്യാമ്പസ് ത്രില്ലർ, ക്യാമ്പസ് ഹൊറർ മൂവി എന്നൊക്കെയാണ് അവർ ഈ സിനിമയെ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ആഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു പ്രത്യേകതരം ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരാഴ്ച മലയാള സിനിമയെ സംബന്ധിച്ച്. കാരണം ഇന്ന് 4 മേജർ മലയാള സിനിമകൾ ഇറങ്ങി. അതുകൂടാതെ കർണിക തുടങ്ങിയ കുറച്ച് ചെറിയ സിനിമകളുമുണ്ട്. 4 മേജർ മലയാള സിനിമകൾ ഹണ്ട്, ഫുട്ടേജ്, പാലുമ്പഴവും താനാര. ഹണ്ട്, ഫുട്ടേജ്, പാലുമ്പഴവും ഈ 3 സിനിമകളിലും ഹീറോയിൻസ് ആണ് മെയിൻ. മലയാള സിനിമയിൽ സ്ത്രീ പ്രാധാന്യം കുറയുന്നു എന്ന് പറയുന്നവർക്ക് ഒരു ലോട്ടറിയാണ്. ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ളൊരു കാറ്റഗറി, അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ളൊരു വീക്കാണിത്. അതിൽ ഈ 3 സിനിമകളിലും ഹീറോയിൻ ലീഡാണെന്നുള്ളതിലുപരി മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെ മികച്ച 3 നടിമാരാണ് അഭിനയിക്കുന്നത്. പാലുമ്പഴവും എന്ന സിനിമയിൽ മീര ജാസ്മിൻ, ഫുട്ടേജിൽ മഞ്ജു വാര്യർ, ഹണ്ടിൽ ഭാവന. അപ്പം അത്തരത്തിലുള്ള സിനിമ പ്രേമികൾ, അതായത് സ്ത്രീ പ്രാധാന്യം സിനിമയിൽ കുറയുന്നു എന്ന് പറയുന്ന സിനിമാ പ്രേമികൾക്ക് ഉള്ള ആഴ്ചയാണ്. നിങ്ങൾ പോയി കണ്ടു നോക്കൂ. അങ്ങനെങ്കിലും 4 ആൾ അറിയട്ടെ ഇങ്ങനത്തെ സിനിമകൾ ഇറങ്ങിയെന്നും പിന്നെ ഇങ്ങനത്തെ സിനിമകൾ അങ്ങനെയെങ്കിലും ഒന്ന് ഹിറ്റ് ആവട്ടെ. അപ്പോൾ ഇത്ര ഞാൻ പറയാനുള്ള കാരണം, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം, ഹണ്ട് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എനിക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളെ പറയാനുള്ളൂ. ആദ്യം തന്നെ പറയാനാണെങ്കിൽ എൻ്റെ പൊന്നു ഷാജിയേട്ടാ, നിങ്ങളെ നമിച്ചു. എങ്ങനെ പടച്ചു വിടുന്നു ഇത്രയും ഔട്ട്ഡേറ്റഡ് സ്റ്റഫ്. പുള്ളി ഒരു വലിയ ഗ്യാപ്പിന് മുമ്പ് ബാക്ക് ടു ബാക്ക് ബോംബുകൾ സൃഷ്ടിച്ച ആളാണ്. എന്നിട്ടാണ് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് കടുവ ഒന്ന് സൂപ്പർ ഹിറ്റ് ആക്കി, അത് കഴിഞ്ഞിട്ട് കാപ്പ ആവറേജ് ഗ്രോസർ ആക്കിയത്. അതിനുശേഷം എന്താ വീണ്ടും പഴയ ട്രാക്കിലേക്ക്. പഴയെന്ന് വെച്ചാൽ പുള്ളിയുടെ മറ്റേ പീക്ക് ട്രാക്ക് അതല്ല, ഗോഡ് ഡയറക്ടറായിരുന്നു പുള്ളി. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അത് കഴിഞ്ഞിട്ട് കുറേ സിനിമകൾ, ജിഞ്ചർ, മദിരാശി തുടങ്ങിയ കുറേ സിനിമകൾ ഇറക്കി പൊട്ടിച്ച ഒരു ട്രാക്കിലേക്കാണ് ഇപ്പം ഹണ്ടിലൂടെ എത്തിയിരിക്കുന്നത്. പത്തറ്റിക് മേക്കിംഗ് ആണ്, വെറും കൂതറ സ്ക്രീൻ പ്ലേ വേറെ ആളാണ്. പിന്നെ പെർഫോമൻസ് എന്നൊക്കെ വെച്ചാൽ ഭാവന ഉൾപ്പെടെ എല്ലാവരും മോശം പെർഫോമൻസ്, അതായത് മൊത്തത്തിൽ എല്ലാം മോശമാണ്. അപ്പം നല്ല ആക്ടേഴ്സ് വന്ന് അവരെന്ത് ചെയ്താലും നമുക്കത് മോശമായിട്ട് തോന്നത്തുള്ളൂ. പിന്നെ അവർ ചെയ്യുന്നത്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മോശമായിട്ടാണ്. പിന്നെ പറയാനാണെങ്കിൽ 90കളിൽ ഇറക്കിയാൽ പോലും ഹിറ്റാകാത്ത ഒരു സിനിമയാണിതെന്ന് ഞാൻ എവിടെ വേണമെങ്കിലും ഉറപ്പിച്ചു തരാം. അത്രയ്ക്കും പഴയതെന്ന് ഉപരി ഒരു കാമ്പും ഇല്ലാത്ത കഥയും ഒരു കാമ്പും ഇല്ലാത്ത ഒരു വൺലൈനിൽ പോലും ഒന്നുമില്ല. എന്താണ് ഹൊറർ എന്നൊക്കെ വെച്ചിട്ട് നമ്മളെ വന്ന് അടുത്ത് വന്ന് പേടിപ്പിച്ചാൽ പോലും നമുക്കൊരു പേടിയും തോന്നത്തില്ല. നമ്മൾ ചിരിക്കുമായിരിക്കും. പിന്നെ ക്ലൈമാക്സിൽ കുറേ ട്വിസ്റ്റുകളൊക്കെ, ബാക്ക് ടു ബാക്ക് 1-2 ട്വിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കോമഡി ആയിട്ടുണ്ട്. ആ ട്വിസ്റ്റുകളിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരും കോമഡിയാണ്. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞതിൽ സസ്പെൻസ് ആയും, അതുകൊണ്ട് പറയുന്നില്ല. മൊത്തത്തിൽ എല്ലാം കൊണ്ടും ഒരു ദുരന്തം അനുഭവം എനിക്ക് സമ്മാനിച്ച സിനിമയാണ് ഹണ്ട്. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ചുമ്മാ പൈസ കളയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കീറിക്കോ, അല്ലെങ്കിൽ ആ പൈസ കീറിക്കോ. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 0.5 ഔട്ട് ഓഫ് 5 ആണ്. 0.5 കൊടുത്തത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഇതിൻ്റെ ഡ്യൂറേഷൻ 1 മണിക്കൂർ 56 മിനിറ്റേ ഉള്ളൂ, അതിനൊരു നന്ദി. 2, ഇതിലും മോശം സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് 0.5.